നമസ്കാരം. ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്ന ആദ്യമേ ഉള്ള ചില സ്ഥാനാർത്ഥികളുടെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ മാത്രമല്ല പലയിടത്തും വരാറുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ വോട്ടർമാർക്കിടയിൽ ഇത്തരത്തിലൊരു വാക്ക് കേൾക്കുമ്പോൾ പല പാർട്ടികളും അത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട്. BJPക്ക് ജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലമായി കൽപ്പിച്ച പല സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ എന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് തൃശ്ശൂരിലും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ്. നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് BJP സ്ഥാനാർത്ഥി അഥവാ NDA സ്ഥാനാർത്ഥി. രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇവിടുത്തെ BJP അഥവാ NDA സ്ഥാനാർത്ഥി. ഈ രണ്ട് സ്ഥലത്തും BJPക്കെതിരെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് തുടക്കം മുതലേ സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള K മുരളീധരൻ ഒരു പിടി കൂടി കടന്ന് തൃശ്ശൂരിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് തൃശ്ശൂർ ലോക്സഭയുടെ കീഴിൽ വരുന്ന 2 നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള ഗുരുവായൂരിലും നാട്ടികയിലും തനിക്കെതിരെ അല്ലെങ്കിൽ UDFനെതിരെ ഉള്ള ഒരു ക്രോസ് വോട്ടിംഗ് CPIM നേതാക്കൾ നടത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരം തനിക്ക് ലഭിച്ചു. അങ്ങനെയുള്ള കണക്കുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദീകരണമൊക്കെ ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ അത് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറയാം എന്നാണ് K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ക്രോസ് വോട്ടിംഗ് സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, BJP നേതാക്കളായവർ ഒക്കെ അതിശക്തമായി പറഞ്ഞു, ശശി തരൂറിലേക്ക് വോട്ട് പോകാൻ വേണ്ടി കൃത്യമായ ഒരു ക്രോസ് വോട്ടിംഗ്, അതായത് BJP വിരുദ്ധത കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് മാക്സിമം ശ്രമിക്കുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ക്രോസ് വോട്ടിംഗ് ഇവിടെ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൻ്റെ ഒന്ന് EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള സംഭാഷണമാണ് എന്നാണ് പറയുന്നത്. EP ജയരാജൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഇടപാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് നടത്തിയ ചർച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി തന്നെ പരിശോധിക്കണം. അതിനെക്കുറിച്ച് എന്നാൽ പാർട്ടി പറഞ്ഞ തൽക്കാലം നടപടിയൊന്നുമില്ല, തൽക്കാലം ഈ വിഷയത്തിൽ EPയുടെ കാര്യത്തിൽ അന്വേഷണമൊന്നുമില്ല, തൽക്കാലം EPയെ സംശയിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പാർട്ടി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാതെ തടി തപ്പാനാണ് ശ്രമിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരത്തിൽ ആണ് യോഗം നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനെ അങ്ങനെ ചില്ലറ കാര്യമായിട്ട്, അതും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജൻ്റെ വിഷയത്തിൽ അത്തരത്തിൽ എളുപ്പത്തിൽ അങ്ങനെ അങ്ങ് കൈയൊഴിഞ്ഞു പോകാൻ CPIMന് കഴിയുമോ? ഈ നാടിനോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഇല്ലേ എന്ന വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അത് നമുക്കൊരിക്കലും മൂടി വയ്ക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ഈ ക്രോസ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ദിവസങ്ങൾ കഴിയുന്തോറും അതിങ്ങനെ ചുരുളഴിഞ്ഞ് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്രോസ് വോട്ടിംഗ് ചെയ്തതാര്, ഏതൊക്കെ വിധത്തിൽ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ബൂത്തുകളിൽ, ഏതൊക്കെ മേഖലകളിൽ എന്നുള്ളത്, ആരാർക്ക് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആരാരെ തോൽപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ട് ചെയ്തു, ഇതെല്ലാം വരും ദിവസങ്ങളിൽ സംജാതമാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.